ഹലോ എല്ലാവർക്കും മുസ്ലിം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ജിപ്മർ BSc നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സിലേക്കുള്ള 2024-25 വർഷത്തേക്കുള്ള ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതിനുവേണ്ടി വിദ്യാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്ന സമയം 3/10/2024 മുതൽ 24/10/2024 4 മണി വരെയാണ് വെബ്സൈറ്റിൽ പറയുന്നത്. ഈ സമയത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ടി www.jipmer.edu.in എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനിൽ 2024-25 BSc നഴ്സിംഗ് അലൈഡ് സയൻസ് കോഴ്സ് അഡ്മിഷൻ 2024 എന്ന ലിങ്ക് കാണുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ കാണാം. അതിൽ സെലക്ട് ചെയ്ത് വരുമ്പോൾ ക്ലിക്ക് ഹിയർ ഫോർ ഫ്രഷ് രജിസ്ട്രേഷൻ, സൈൻ ഇൻ ഫോർ രജിസ്റ്റേർഡ് യൂസേഴ്സ് എന്ന് കാണാം. അതിൽ പുതിയതായി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ക്ലിക്ക് ഹിയർ ഫോർ ഫ്രഷ് രജിസ്ട്രേഷൻ എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ഓണായി വരും. അതിൽ നിങ്ങളുടെ പേര്, ഇമെയിൽ, പാസ്വേഡ്, മൊബൈൽ നമ്പർ, ഇത് എൻ്റർ ചെയ്യുന്ന ഇമെയിലും പാസ്വേഡും എല്ലാം നീറ്റ് എക്സാമിന് കൊടുത്തിരിക്കുന്ന ഇമെയിലും പാസ്വേഡും ആയിരിക്കുമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ കൊടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് പ്രോസ്പെക്ടസിൽ പറയുന്ന പ്രകാരം ഓപ്പണിംഗ് ഡേറ്റ്, അതായത് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 3/10/2024 മുതൽ ക്ലോസിംഗ് ഡേറ്റ് 24/10/2024 4 മണി വരെ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ടെൻഡേറ്റിൽ പറയുന്ന ഡേറ്റ് പ്രകാരം ഓപ്ഷൻ രജിസ്ട്രേഷൻ ഈ സമയം മുതൽ പിന്നെ 24/10/2024 4 മണി വരെ അവസാനിക്കും. പിന്നീട് ഇതിൽ എലിജിബിളായ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് 8/11/2024 നവംബർ, അതായത് നവംബർ 8-ന് പബ്ലിഷ് ചെയ്യുമെന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത്. പിന്നെ കൗൺസിലിംഗ് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ഡേറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡേറ്റ് ഫോർ ക്ലാസ്, അത് ക്ലാസ് തുടങ്ങുന്ന ഡേറ്റ് 25/11/2024 തുടങ്ങുമെന്നും പറയുന്നുണ്ട്. പിന്നെ മുൻപേ പറഞ്ഞിരിക്കുന്ന ദിവസത്തിലെ ഡേറ്റിലുമെല്ലാം മാറ്റം വരും. പിന്നീട് പറയുന്നത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് വഴിയാണ് എല്ലാ നോട്ടിഫിക്കേഷൻ വരുന്നത്, അല്ലാതെ വേറെ SMS ഒന്നും വരികയില്ലെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ താഴെ പറയുന്നത് BSc നഴ്സിംഗ്, BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സ് ജിപ്മർ പോണ്ടിച്ചേരിയിലെ കോഴ്സുകളുടെ ലിസ്റ്റാണ് പറയുന്നത്. മൊത്തം 11 കോഴ്സുകൾ പറയുന്നുണ്ട്. ബാച്ചുലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി സയൻസ്, അനസ്തേസിയ ടെക്നോളജി, ബാച്ചുലർ ഓഫ് ഒപ്റ്റോമെട്രി, കാർഡിയോ ലബോറട്ടറി ടെക്നോളജി, ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഇൻ ബ്ലഡ് ബാങ്കിങ്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി. ഈ 11 കോഴ്സിലേക്കാണ് അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ BSc നഴ്സിംഗിൻ്റെ ഫുൾ ടൈം കോഴ്സ് 4 years ആണ്. പിന്നീട് BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സിൻ്റെ കാര്യം 4 വർഷം എന്ന വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കോഴ്സിലേക്കുള്ള സീറ്റും പറയുന്നുണ്ട്. അതിൽ BSc നഴ്സിംഗിന് മൊത്തം ടോട്ടൽ 94 സീറ്റുണ്ട്. അതിൽ 9 മെയിൽസിന് വേണ്ടി, ഫീമെയിൽ സീറ്റിന് 85 സീറ്റുമെന്നും പറയുന്നുണ്ട്. അതിനുശേഷം BSc അലൈഡ് സയൻസ് കോഴ്സ് 87 സീറ്റുകളുണ്ട് മൊത്തം. അതിൻ്റെ കണക്കുകളും ഇതിൽ പറയുന്നുണ്ട്. അതിൽ ബാച്ചുലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി സയൻസിന് 37 സീറ്റ്, അനസ്തേഷ്യ ടെക്നോളജി 5 സീറ്റ്, പിന്നെ ബാച്ചുലർ ഓഫ് ഒപ്റ്റോമെട്രി 5 സീറ്റ്, കാർഡിയോ ലബോറട്ടറി ടെക്നോളജി 5 സീറ്റ്, ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി 5, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഇൻ ബ്ലഡ് ബാങ്കിങ് 5, മെഡിക്കൽ റേഡിയോളജി ഇമേജിംഗ് ടെക്നോളജി 5, ന്യൂറോ ടെക്നോളജി 5, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി 5, പെർഫ്യൂഷൻ ടെക്നോളജി 5, റേഡിയോ തെറാപ്പി ടെക്നോളജി 5. ഇതിനെല്ലാം 5 വീതമാണ് സീറ്റുകൾ. ടോട്ടൽ 181 സീറ്റുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 5% സീറ്റ് PW കാൻഡിഡേറ്റ്സിന് റിസർവേഷൻ നടത്തിയിട്ടുണ്ടെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും വെബ്സൈറ്റിൽ കയറി പ്രോസ്പെക്ടേഴ്സ് ഡൗൺലോഡ് നോക്കി എല്ലാ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കുന്നതാണ്. പിന്നീട് അപേക്ഷ സമയത്ത് ഏതൊക്കെ വിദ്യാർത്ഥികൾ റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തെടുക്കണം. OBC, EWC, SC/ST കാൻഡിഡേറ്റ്സ് അവരുടെ റിസർവേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം വെബ്സൈറ്റിൽ സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസ്പെക്ടസിൽ എങ്ങനെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കേണ്ടതെന്നും പറയുന്നുണ്ട്. രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങളുടെ SSL, അതായത് സർട്ടിഫിക്കറ്റിൽ നൽകിയിരിക്കുന്ന അതേ കണക്കായിരിക്കണം പേര് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നീറ്റ് എക്സാമിന് കൊടുത്ത ഫോട്ടോഗ്രാഫ്, അതായത് ഫോട്ടോ ഉണ്ടല്ലോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, നീറ്റ് UG 2024 സ്കോർ കാർഡ്, പിന്നെ OBC, SC/ST, EWS എന്നീ തുടങ്ങിയ റിസർവേഷനുള്ള വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റും എൻ്റർ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ 1 MB താഴെയുള്ള, അതായത് <1 MB JPG ഫോർമാറ്റിലും, സിഗ്നേച്ചർ അയക്കേണ്ട ഫോർമാറ്റ് ബിറ്റ്വീൻ 20 KB 100 KB ഇടയ്ക്കുള്ള JPG ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യുമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക് യു.